ഓക്കെ. അപ്പം ഇപ്പോഴും ഈ കോണ്ടന്റ് ഒക്കെ ആരാണ് സെറ്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? ഞാൻ എടുത്തോണ്ട് വരും, നമ്മളെ കൊണ്ട് അഭിനയിപ്പിക്കും. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് A to Z ഫുൾ സ്ക്രിപ്റ്റ് സാധനങ്ങൾ ഫുള്ള് നമ്മളാണ്. ഓക്കെ. പിന്നെ അതുപോലെ അപ്പം ഇത് കണ്ടതിന് ശേഷം ഏതെങ്കിലും അങ്ങനെ മൂവി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെബ് സീരീസസ് അതിൽ എന്തെങ്കിലും ഒക്കെ അഭിനയിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വെബ് സീരീസിൽ ഒരാൾ പയ്യൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലാതെ മൂവി ഒന്നും അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ രണ്ടാളും ഭയങ്കര തമാശയാണ് അല്ലേ? അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരും. അതായത് ഇപ്പം ചില ആളുകൾക്ക് മനസ്സിലാവത്തില്ല, ചില ആളുകൾക്ക് ലാസ്റ്റ് ഇത് എവിടെ വന്ന് നിൽക്കുമെന്ന് നല്ല ഒരു ബോധ്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ, അതായത് വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക? എനിക്ക് സത്യമായി ദേഷ്യം വരും. നമ്മളിപ്പോ ആ ഒരു ഇതില് ചെയ്തോണ്ടിരിക്കുവായത്തില്ലേ, അപ്പൊ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ നമുക്കങ്ങ് ഇതായിരിക്കും, എന്താണ് എപ്പോ വരും കറണ്ട്, പിന്നെ നമുക്കങ്ങ് നിരാശയോ ദേഷ്യമോ എന്തൊക്കെ ആയിരിക്കും. അപ്പം ആദ്യത്തെ ആ ഒരു ഫ്ലോ പിന്നെ കറണ്ട് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ബുദ്ധിമുട്ടാ. പക്ഷെ അങ്ങനെ വന്നിട്ടില്ല, ചുരുക്കം വല്ലപ്പോഴും ഒക്കെ അങ്ങനെ ആയിട്ടുള്ളൂ കറണ്ട് പോകുന്നതൊക്കെ. അല്ലാതെ നമ്മൾ ചെയ്യുന്നതിനും അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ ഒരു വട്ടം അങ്ങനെ വന്നായിരുന്നു. അപ്പൊ നമുക്കങ്ങ് ഒരു നിരാശയൊക്കെ വരും, ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയാം. ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പം ഡെയിലി കോണ്ടന്റ് ഇടുവോ അതോ എങ്ങനെയാ? ഡെയിലി ഇടും. എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടും. എല്ലാ ദിവസവും ഒരു വീഡിയോ ഇടും. അപ്പൊ ഈ വീഡിയോയുടെ കോണ്ടന്റ് ഇത്രയും ഗൗതം സെർച്ച് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഈ തിരക്കുള്ള ലൈഫിന്റെ ഇടയിൽ ഇത് എപ്പോൾ ഷൂട്ട് ചെയ്യും, എപ്പോൾ എഡിറ്റ് ചെയ്യും, എപ്പോൾ അപ്ലോഡ് ചെയ്യും? ഞാനിങ്ങനെ എടുത്തിങ്ങനെ വെച്ചേക്കുക. പിന്നെ നമുക്ക് എടുക്കാൻ വലിയ താമസമൊന്നുമില്ല, 1/2 മണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ കടയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി വീഡിയോ എടുക്കുക. പിന്നെയൊക്കെ എഡിറ്റിങ്ങിനൊക്കെ കുറച്ച് സമയമൊക്കെ എടുക്കും, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളുമല്ലോ. അതൊക്കെ ഞങ്ങൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇപ്പം അതിന്റെ ആൻസർ ഓൾറെഡി കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡബിൾ മീനിങ് ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട് എടുക്കാൻ ആരാണ് മിടുക്കൻ എന്ന് ചോദിച്ചാൽ ഞാനാണ്. അപ്പം ആദ്യമൊക്കെ ആരെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരെയും എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ പറഞ്ഞു തരുമോ? ചിലപ്പം പറഞ്ഞു തരും, അങ്ങനെ ചെയ്യാമെന്ന് പറയും.